ലഹരി പരിശോധനയ്ക്കിടെ ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അന്വേഷണം ഊർജിതമാക്കി പോലീസും എക്സൈസും. ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നതോടെ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഹോട്ടൽ മുറിയിൽ ഷൈനിനൊപ്പമുണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ആരോപണങ്ങളിൽ താരസംഘടനയായ അമ്മയുടെ 3-അംഗ സമിതി റിപ്പോർട്ട് ഇന്ന് കൈമാറും. വിവരങ്ങളുമായി ജിജീഷ് കർണാനൊപ്പം ചേരുന്നു. ജിജീഷ്, ആദ്യം അന്വേഷണത്തെക്കുറിച്ച്, പിന്നീടാവാം നടിയുടെ പരാതിയെക്കുറിച്ചും മറ്റും. കൃഷ്ണരാജ്, ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ആദ്യം ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്നാണ് അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം നിരവധി കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഷൈൻ ടോം ചാക്കോ ഈ ഹോട്ടലിൽ അവിടെ ഡാൻസർ സംഘം പരിശോധന നടത്തുമ്പോൾ ഇറങ്ങി ഓടിയത്? കയ്യിൽ ലഹരി വസ്തുക്കൾ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു പരിശോധന തന്നെ നടത്തേണ്ടതുണ്ട്. ഷൈൻ ടോം ചാക്കോയെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെയെല്ലാം തന്നെ വലിയ ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണം ഷൈൻ ടോമിനായി നടത്തി എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിൽ പങ്കെടുക്കേണ്ട പൊതു ചടങ്ങിലടക്കം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ചടങ്ങിൽ നിന്നടക്കം ഷൈൻ ടോം ചാക്കോ ഒഴിഞ്ഞ് മാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടിയുടെ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി അമ്മ നിശ്ചയിച്ചിട്ടുള്ള സമിതി. ആ സമിതി ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വിശദമായി തന്നെയുള്ള മൊഴികൾ നടിയിൽ നിന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും ഇതിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരായ ലഹരി ഉപയോഗം, സ്ത്രീകളോട് മോശമായി പെരുമാറലടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായി തന്നെയുള്ള റിപ്പോർട്ട് നൽകുമെന്ന് തന്നെയാണ് അഡ്കോ കമ്മിറ്റി ഭാരവാഹികൾ ഇതുമായി പ്രത്യേക സമിതി അംഗങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് തന്നെ എക്സൈസ് കൂടി ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പോലീസിനൊപ്പം എക്സൈസും. കാരണം ലഹരി ഇടപാടുകളാണ്, ലഹരി കേസുകൾ, പങ്കാളിത്തം എല്ലാമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പരാതികൾ കൂടി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ച ആളുകളുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുക എന്ന ഒരു നിലയിലേക്ക് തന്നെയാണ് എക്സൈസ് പോകുന്നത്. എന്നാൽ ഈ ഒരു പരാതി ഉന്നയിച്ച നടിയെ സംബന്ധിച്ചിടത്തോളം കുടുംബം വ്യക്തമാക്കുന്നത് അത് സിനിമയിലുള്ള പ്രശ്നം സിനിമയിൽ തന്നെ തീർക്കുക, അല്ലാതെ മറ്റ് പോലീസിലോ എക്സൈസിലോ പരാതി നൽകി കൂടുതൽ നടപടികളിലേക്ക് പോകാൻ താല്പര്യമില്ല. അവിടെ നടപടി എടുക്കേണ്ടത് താര സംഘടനയാണ്. ഒപ്പം തന്നെ മറ്റ് സിനിമാ സംഘടനകളാണ് ഇക്കാര്യത്തിൽ കർശനമായ നടപടി എടുക്കേണ്ടത്. മറ്റു നിയമ നടപടികളിലേക്ക് പോകാൻ തങ്ങൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന നിലയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അല്ല ജിജീഷ്, ഈ പോലീസ് ഹോട്ടലിലേക്ക് വരുന്നു, അവിടെ നിന്ന് നടൻ ഇറങ്ങി ഓടുന്നു. എവിടെ നിന്നെങ്കിലും അറിയിപ്പ് കിട്ടാതെ എങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാവുക? അതാകട്ടെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉടൻ കാറ് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു എന്നാണ് കഥ. എവിടെ നിന്നാകും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ അറിയിപ്പ് ലഭിച്ചത്? അതിന്മേലും അന്വേഷണം വേണമല്ലോ. ഹോട്ടലിൽ നിന്നാണോ, അതോ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ആരെങ്കിലും വിളിച്ചറിയിച്ചതാണോ, മറ്റ് വിവരങ്ങൾ ലഭ്യമായതാണോ? അവിടെയും ദുരൂഹത ബാക്കിയാണ്. കൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ വലിയ ദുരൂഹതകൾ ആ ഒരു കാര്യത്തിലും. ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വിവരം ചോർത്തിയത്, അല്ലെങ്കിൽ ആരാണ് ഈ വിവരം ചോർത്തിയത്, ചോർന്ന് ലഭിച്ചത് എന്നത് ഇപ്പോഴും വലിയ സംശയങ്ങൾക്ക് തന്നെയാണ്. സ്വാഭാവികമായും വലിയ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ നയിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഡാൻസർ സംഘം വ്യക്തമാക്കുന്നത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്നു. അതിൻ്റെ അന്വേഷണത്തിനിടയിൽ ആണ് ഈ അവിടുത്തെ തന്നെയുള്ള ഹോട്ടൽ മുറിയിൽ ഷൈൻ ടോം ചാക്കോ ഉണ്ട് എന്ന് അറിയുന്നത്. അതേ സാഹചര്യത്തിൽ, കാരണം മുമ്പ് ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ചില സൂചനകൾ ലഭിച്ചതനുസരിച്ച് അവിടെ കൂടി പരിശോധനയ്ക്കായി തങ്ങൾ എത്തുകയായിരുന്നു എന്നെല്ലാമാണ് ഡാൻസർ സംഘം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ സംഘം താഴത്ത് നിൽക്കുമ്പോൾ തന്നെ ലോബിയിൽ എത്തുന്ന അതേ സമയത്ത് തന്നെ എങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ വിവരങ്ങൾ ലഭിച്ചത്? അല്ലെങ്കിൽ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ പ്രത്യേക ലഹരി വിരുദ്ധ സംഘമായ ഡാൻസ് ഓഫിൻ്റെ ഗ്രൂപ്പുകൾ ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നതും 3-ാം നിലയിൽ നിന്ന് ഇറങ്ങി ഓടി തയ്യാറാക്കി വെച്ച കാറിൽ പോവുകയും എല്ലാം ചെയ്യണമെങ്കിൽ കൃത്യമായ സഹായങ്ങൾ പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ തെളിവുകൾ സഹിതം താൻ പിടിക്കപ്പെട്ടാൽ തുടർന്ന് വീണ്ടും നിയമ നടപടികളിലേക്ക് പോകും എന്ന കാര്യം കൃത്യമായി തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയാം. കാരണം നേരത്തെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസുകളിൽ താരസംഘടനയായ അമ്മ എന്തു പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി വേണം.